ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അഗസ്റ്റ് ചീരയുടെ പൂവ് കൊണ്ടുണ്ടാക്കിയ മുട്ട തോരനാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് അഗസ്റ്റ് ചീരയുടെ പൂവ് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് സവാളയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അഗസ്റ്റ് ചീരയുടെ പൂവ് ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മസാലയെല്ലാം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ വശങ്ങളിലും മസാലയും സവാളയും എണ്ണയും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാടാനായിട്ടൊന്ന് വെച്ചേക്കുക. അങ്ങനെ നമ്മുടെ അഗസ്റ്റ് ചീരയുടെ പൂവ് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ വെറുതെ ക്രഷ് ചെയ്ത് ഇട്ടാലും മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് അഗസ്റ്റ് ചീരയെ നമുക്ക് ഒന്ന് മാറ്റി നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം 3 മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് കലക്കി അഗസ്റ്റ് ചീരയുടെ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട നന്നായിട്ട് വേവിച്ചെടുക്കാം. മുട്ട നല്ലതുപോലെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. മുട്ട വേകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അഗസ്റ്റ് ചീരയും മുട്ടയും തേങ്ങയും എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അഗസ്റ്റ് ചീര പൂവിൻ്റെ മുട്ടത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഇവിടെ നോക്കുക.